നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സീക്വൻസ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ഡൈവേർജൻസ് ക്രൈറ്റീരിയ എന്താണ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈവേർജൻസ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നോക്കാം. If a sequence x equal to sequence xn of real numbers has either of the following properties, then x is divergent. X has two convergent subsequences, x dash and x double dash, whose limits are not equal. X is unbounded. ഈ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മളുടെ റിയൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ഹോൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. എന്താണ് രണ്ട് കണ്ടീഷൻസ്? ഒന്നില്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് അൺബൗണ്ടഡ് ആയിരിക്കണം. സീക്വൻസ് അൺബൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈവേർജന്റ് ആയിരിക്കും. ഇനി ആ സീക്വൻസിന് രണ്ട് കൺവേർജന്റ് ആയിട്ടുള്ള സബ് സീക്വൻസ് ഉണ്ട്. ആ രണ്ട് കൺവേർജന്റ് സബ് സീക്വൻസിന്റെ ലിമിറ്റ് ഡിഫറെന്റ് ആണ് എങ്കിലും നമുക്ക് ആ മെയിൻ സീക്വൻസ് എന്ന് പറയുന്നത് ഡൈവേർജന്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ -1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എടുത്തു നോക്കി. ഈ സീക്വൻസിൻ്റെ രണ്ട് സബ് സീക്വൻസുകളാണ്. ഒരു സബ് സീക്വൻസ് നമുക്ക് 1 1 1 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് സീക്വൻസ് എടുക്കാം. അതുപോലെ തന്നെ വേറൊരു സബ് സീക്വൻസ് -1 -1 -1 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സബ് സീക്വൻസ് എടുക്കാം. ഓക്കെ, ഈ ഫസ്റ്റത്തെ സീക്വൻസ് എവിടത്തേക്കാണ് കൺവേർജ് ചെയ്യണേ? 1 കൺവേർജ് ചെയ്യുന്നത്. ഈ സീക്വൻസോ -1 കൺവേർജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു -1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിലുള്ള രണ്ട് സബ് സീക്വൻസ് രണ്ട് ലിമിറ്റാണ്. അപ്പം നമുക്ക് മൊത്തത്തിൽ -1 എന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി വേറൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാം കേട്ടോ. 1 1/2 3 1/4 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന n ഓഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n തന്നെയായിരിക്കും അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വരുന്നത് 1/n ആണ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ 1 വരും, 2 കൊടുക്കുമ്പോൾ 1/2 വരും, 3 കൊടുക്കുമ്പോൾ 3 വരും, 4 കൊടുക്കുമ്പോൾ 1/4 വരും. അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ബൗണ്ടഡ് ആണോ? ഈ സീക്വൻസ് ബൗണ്ടഡ് സീക്വൻസ് അല്ല. അതുകൊണ്ട് ഈ സീക്വൻസ് ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്നില്ലേ എന്നുള്ളത് നോക്കാനായിട്ട് അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഓഫ് ഓൾ അത് അൺബൗണ്ടഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അൺബൗണ്ടഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഡൈവേർജന്റ് ആയിരിക്കും. ഇനി ആ സീക്വൻസിന്റെ ഏതെങ്കിലും രണ്ട് സബ് സീക്വൻസ്, ഡിഫറെന്റ് ലിമിറ്റ് ഉള്ള രണ്ട് സബ് സീക്വൻസുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സീക്വൻസ് എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഡൈവേർജൻസ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ സീക്വൻസ് സൈൻ n is divergent. സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഡൈവേർജന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് അല്ലേ? ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഒരു സൈൻ 0 0 തന്നെ സൈൻ π/2 എന്ന് പറയുന്നത് 1 വരും. ദെൻ സൈൻ π എന്ന് പറയുന്നത് 0 വരും. പിന്നെ 3π/2 കൊടുക്കുമ്പോൾ -1 വരും. പിന്നെ 4π/2 എന്ന് പറയുമ്പോൾ 2π. പിന്നെ 5π/2 അങ്ങനെയല്ലേ ഗ്രാഫ് വരണേ? അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെയാണ് സൈനിൻ്റെ ഗ്രാഫ് പോണത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈനിൻ്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്? -1 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത് അല്ലേ? സൈൻ 0 0 ആണ്, സൈൻ π/2 1 ആണ്, സൈൻ π 0 ആണ്, സൈൻ 3π/2 -1 വരും, സൈൻ 2π എന്ന് പറയുന്നത് 0 വരും, സൈൻ 5π/2 എന്ന് പറയുന്നത് +1 വരും. അങ്ങനെയാണ് നമ്മളുടെ സൈനിൻ്റെ ഗ്രാഫ് പോണത്. ഓക്കെ, നമുക്ക് ഏത് സീക്വൻസ് ആണ് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പം എന്നിന് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് സൈൻ 1 sin 2,
സൈൻ 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ആണ് നമുക്ക് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 2 സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്തിട്ട് രണ്ടെണ്ണത്തിൻ്റെയും ലിമിറ്റ് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളിവിടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ വരച്ചേക്കണേ അല്ലേ. അപ്പോൾ ഈ സൈൻ 1 സൈൻ 2 ഒക്കെ എവിടെ വരണേ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ റിയൽ വാല്യൂസിൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കണേ. അപ്പോൾ പൈയുടെ വാല്യൂ എന്താ 3.14 സംതിങ് ആണ് വരണേ. അപ്പോൾ ഇവിടെ 3.14 സംതിങ് ആണ്. അപ്പോൾ നമ്മളുടെ സൈൻ 1ഉം സൈൻ 2ഉം സൈൻ 3യും ഈ ഒരു ഇതിലാണ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, സൈൻ 1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ വരും, സൈൻ 2 എന്ന് പറയണത് ഇവിടെ, സൈൻ 3 എന്ന് പറയണത് ഇവിടെ. അതുപോലെ തന്നെ സൈൻ 4, സൈൻ 5, സൈൻ 6, സൈൻ 7, സൈൻ 8, സൈൻ 9 അങ്ങനെ 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 പോകും. ഇതിൻ്റെ ഉള്ളിലാണ് കിടക്കണേ. അപ്പോൾ ഇവിടെ 3.14 വരെ ഉള്ളത് സൈൻ 1, സൈൻ 2, സൈൻ 3 അങ്ങനെയാണ് വാല്യൂസ് പോണേന്നുള്ളത് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇതിൻ്റെ 2 സബ് സീക്വൻസുകൾ കൺസിഡർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ 2 സബ് സീക്വൻസിൻ്റെ ലിമിറ്റും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സബ് സീക്വൻസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈൻ π/6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, സൈൻ π/6ൻ്റെ വാല്യൂ എന്താണ് 1/2 അല്ലേ. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ 1 ആണ്. ഇപ്പോൾ സൈൻ π/6 എന്ന് പറയുമ്പോൾ ഇവിടെ വരും π/6 ഈ ഒരു ഹൈറ്റ് വരും, അതായത് ഇവിടെ 1/2. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 1/2 ഇതിവിടെ എങ്ങനെ മുകളിൽ പോയി സൈൻ π/2 വരുമ്പോൾ വീണ്ടും 1 വരും. പിന്നെ എവിടെയോ എത്തുമ്പോൾ 1/2 തന്നെ വാല്യൂ വരുമല്ലോ. അതപ്പോൾ എവിടെയാണെന്നുള്ളത് നോക്കാം. സൈൻ π - π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സൈൻ π/6 വാല്യൂ 1/2 ആണ്. അതായത് സൈൻ 5π/6ലും നമുക്ക് സെയിം 1/2 വാല്യൂ ആണ് വരുന്നത്. അത് ഇവിടെ വരും 5π/6. ഇവിടെയാണ് നമുക്ക് 1/2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ആണ്. പിന്നെ 1/2 വരുന്നത് എവിടെയാ, ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും അല്ലേ. ഇപ്പുറത്ത് 3π ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പീരിയോഡിക് ആണല്ലോ, 2πയിൽ പീരിയോഡിക് ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് π/6 + 2π വരും. π/6 + 2πയിലാണ് 1/2 വരണേ. പിന്നെ ഇവിടെ 5π/6 + 2πയിൽ അടുത്ത 1/2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവെല്ലിനെ π/6 മുതൽ 5π/6 വരെ, അത് 1/2 മുതൽ കയറി പോയി പിന്നെ താഴത്തേക്ക് വന്നു, ആ ഇൻ്റർവെല്ലിനെ I1 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ π/6 + 2π 5π/6 + 2π എന്നുള്ള ഇൻ്റർവെല്ലിനെ I2 എന്നും ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറേ ഇൻ്റർവെൽസ് അതുപോലെ കിട്ടും അല്ലേ. I1, I2, I3, I4 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഇൻ്റർവെൽസ് അതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതിനെ ജനറലായിട്ട് ഒന്ന് എഴുതാം. ജനറലായിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, IK എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല് ഈക്വൽ ടു π/6 + 2π × k-1. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കോമ 5π/6 + 2π × k-1. അതായത് I1 എന്ന് പറയുമ്പോൾ kക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് π/6 5π/6 വരും. ഇനി I2 എന്ന് പറഞ്ഞ ഇൻ്റർവെൽ kന് 2 കൊടുക്കാം. അപ്പോൾ നമുക്ക് π/6 + 2π 5π/6 + 2π എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഇൻ്റർവെൽ കിട്ടും. അതിൻ്റെ I3 കൊടുക്കുമ്പോൾ തേർഡ് ഇൻ്റർവെൽ, I4 കൊടുക്കുമ്പോൾ ഫോർത്ത് ഇൻ്റർവെൽ. അങ്ങനെ നമുക്ക് ഇൻ്റർവെൽ ഇതുപോലെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, k varies from 1, 2, 3 എക്സെട്ര കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുറേ ഇൻ്റർവെൽസ് നമുക്ക് കിട്ടി. I1, I2, I3 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെൽസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെങ്ത് ഓഫ് I1 ഇൻ്റർവെൽ എന്ന് പറയുന്നത് π/6 മുതൽ 5π/6 വരെ അല്ലേ. ഇപ്പോൾ ലെങ്ത് ഓഫ് I1 എന്ന് പറയുമ്പോൾ 5π/6 - π/6 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക, 4π/6, അത് നമുക്ക് 2π/3 എന്ന് വരും.
അല്ലേ? 2π/3 എന്ന് പറയുമ്പോൾ 2 × 3.14 അത് നമുക്ക് 6 പോയിന്റ് സംതിങ് കിട്ടും. ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വരിക? അതെന്തായാലും 2 പോയിന്റ് സംതിങ് ആണ് വരിക അല്ലേ? അപ്പോൾ അതെന്തായാലും ഗ്രേറ്റർ ദാൻ 2 ആണ്. 2π/3 എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ 2 ആണ്. ഈ ലെങ്ത് കേട്ടോ, I1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഇൻ I1. ഓക്കെ, അതിലത്തെ ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പറിനെ നമ്മൾ N1 കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, N1 എന്ന് പറയുന്നത് ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഇൻ I1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിലെ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ നമ്മൾ N1 കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മൾ I2 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ നമുക്ക് N2 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ നമുക്ക് ഓരോ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ജനറലി NK നമുക്ക് എങ്ങനെ എഴുതാം? NK be the first natural number for IK. ഓക്കെ, ഓരോ ഇൻ്റർവെല്ലിലെയും ഫസ്റ്റ് നാച്ചുറൽ നമ്പർ NK ആണ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, ഫോർ K = 1, 2, 3 etc. ഇനി ഇവിടെ നോക്കുക, ഇപ്പോൾ I1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വയ്ക്കുക. I1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിലെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ആണ് N1 എന്ന് പറഞ്ഞു അല്ലേ? I1ൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ അവിടെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുള്ളത് 1ഉം 2 ആണ്. അപ്പോൾ അതിലത്തെ ഏറ്റവും ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ ആ 1 എന്ന് പറയുന്നത് ഏകദേശം എവിടെയാണ് വരിക? π/2 എന്ന് പറയുന്നത് 3.14 / 1 പോയിന്റ് സംതിങ് ആണ് വരിക. അപ്പോൾ സൈൻ 1 എന്ന് പറയുന്നത് ഇവിടെ വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇവിടെയാണ് വരിക. ഓക്കെ, പിന്നെ നമുക്ക് സൈൻ π/6ൻ്റെ വാല്യൂ ആണല്ലോ 1/2 വരണേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ 1 ആണ് നമ്മൾ കൊടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിലി ഇവിടെയാണ് വരിക അല്ലേ? സൈൻ 1 അതെന്തായാലും ഗ്രേറ്റർ ദാൻ 1/2 ആണല്ലോ, ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് ഇൻ്റർവെൽസ് നമ്മൾ അതുപോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ വാല്യൂ എന്തായാലും ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. ഓക്കെ, നമ്മൾ സൈൻ N1 എടുത്തു. സൈൻ N1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്. സൈൻ N2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. സൈൻ N3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 ആണ്. നമ്മൾ ജനറലി സൈൻ NK ഈസ് ഗ്രേറ്റർ ദാൻ 1/2 ഫോർ K = 1, 2, 3 etc. ഓക്കെ, സൈൻ NKയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1/2 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണ്. അങ്ങനെ വരുന്ന സൈൻ കെകൾ നമ്മളൊരു സബ്സീക്വൻസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. സൈൻ NK എന്ന് പറയുന്നത് ഒരു സബ്സീക്വൻസ് ആണ്. വേർ K = 1, 2, 3 etc. അതായത് സൈൻ N1, സൈൻ N2, സൈൻ N3 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ സബ്സീക്വൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ സബ്സീക്വൻസിലെ ഓരോ എലമെൻസും ഗ്രേറ്റർ ദാൻ 1/2 ആണ്. അത്തരത്തിലുള്ള ഒരു സബ്സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഗ്രാഫിലോട്ട് നോക്കാം. ഇവിടെ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടല്ലേ? അപ്പോൾ ആ ഇൻ്റർവെൽ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് π + π/6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ എന്ന് പറയുന്നത് π + π/6 ആണ് അല്ലേ? അതായത് സൈൻ π + π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരാം? സൈൻ π + π/6 അതായത് സൈൻ 7π/6 വരും. 7π/6 ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് സൈൻ π/6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ -1/2 വരും. ഇവിടെ നമുക്ക് 7π/6 ആണ് പോയിന്റ് കേട്ടോ. ഇനി ഇപ്പോഴത്തെ പോയിന്റ് ഇടാനായിട്ട് 2π - π/6
6 ചെയ്യുക. 2π മൈനസ് 6 എന്ന് പറയുമ്പോൾ 11π/6 വരും. ഓക്കെ, ഇവിടുത്തെ ഈ പോയിന്റ് 11π/6. ആ പോയിന്റിൽ നമുക്ക് വാല്യൂ എന്ന് പറയണത് -1/2 ആണ്. അപ്പോൾ 7π/6 മുതൽ 11π/6 വരെയുള്ള ഇൻ്റർവെല്ലിനെ J1 എന്ന് കൺസിഡർ ചെയ്യാണ്. ഇനി അതുപോലെ തന്നെ 3π മുതൽ 4π വരെ നമുക്ക് താഴത്തോട്ടാണ്, ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവെല്ലിനെ നമുക്ക് J2 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഇൻ്റർവെല്ലിനെ നമുക്ക് എങ്ങനെ വരാം? 2π പീരിയോഡിക് ആയ കാരണം 7π/6 + 2π, 11π/6 + 2π, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർവെൽസിനെയൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? JK എന്ന് എഴുതാം. JK = ഫസ്റ്റത്തെ 7π/6 അല്ലേ, 7π/6 + 2π × k - 1, 11π/6 + 2π × k - 1. ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് ഇൻ്റർവെൽസിനെ കൺസിഡർ ചെയ്യാം. കേക്ക് 1 കൊടുക്കുമ്പോൾ 7π/6 11π/6 കിട്ടും. കേക്ക് 2 കൊടുക്കുമ്പോൾ 7π/6 + 2π 11π/6 + 2π എന്ന് വരും. അങ്ങനെ കേക്ക് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? പല ഇൻ്റർവെൽസ് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ലെങ്ത് ഓഫ് J1 നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് J1 എന്ന് പറയുമ്പോൾ 11π/6 - 7π/6 വരും. അപ്പോൾ നമുക്ക് 4π/6 ആണ്, അത് നമുക്ക് 2π/3 ആണ്, >2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് എന്തായാലും >2 ആയിരിക്കും. ജനറലി നമുക്ക് JK എന്ന് പറഞ്ഞിട്ടുള്ള ലെങ്ത്ത് കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് >2 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിലും ഫസ്റ്റത്തെ J1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിൽ ലെങ്ത്ത് >2 ആയ കാരണം ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ നമ്മൾ നേരത്തെ I1 എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെല്ലിനെ നമ്മൾ N1 എന്ന് വിളിച്ചു. ഇവിടെ J1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിലെ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ M1 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് J2 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിലെ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ M2 എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഇൻ്റർവെൽസിൻ്റെയും ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ വാല്യൂസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് sin mk എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും. അതിനെ നമ്മൾ വേറൊരു സബ്സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ sin m1 എന്ന് പറയുന്നത് ഇവിടെ നോക്കാം, ഈ ഇൻ്റർവെല്ലിലെ ഫസ്റ്റത്തെ എലമെന്റ് അല്ലേ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് -1/2 ആണ്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പോൾ ഇതെന്തായാലും -1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒരു സബ്സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. sin mk എന്ന് പറയുന്നതും ഒരു സബ്സീക്വൻസ് ആണ്, വിച്ച് ഈസ് -1/2. അപ്പോൾ sin n എന്ന് പറഞ്ഞിട്ടുള്ള ആ സീക്വൻസിന് 2 സബ്സീക്വൻസുകൾ കൺസിഡർ ചെയ്യാണ്. എങ്ങനെ? sin nk എന്ന് പറയുന്നത് >1/2 ആയിട്ടുള്ള സബ്സീക്വൻസും sin mk എന്ന് പറയുന്നത് -1/2 -1/2 ആയിട്ട് വരുന്ന 2 സബ്സീക്വൻസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യണേ അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് 1/2-നേക്കാട്ടും വലിയ നമ്പേഴ്സ് ഉള്ള സബ്സീക്വൻസ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1/2-നേക്കാട്ടും ചെറിയ നമ്പേഴ്സ് ഉള്ള സബ്സീക്വൻസ് ആണ്. അപ്പോൾ രണ്ടും 2 തരത്തിലാണ് വരുന്നത് അല്ലേ, 2 തരങ്ങളിലാണ് അത് പോയിക്കൊണ്ടേയിരിക്കണേ. അപ്പോൾ ആ 2 എണ്ണത്തിനും ഒരു കൺവേർജൻസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുമോ? രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റിലോട്ടായിരിക്കും അപ്രോച്ച് ചെയ്ത് പോകണം. കാരണം ഒരെണ്ണം >1/2, മറ്റേത് -1/2 ആണ്. അപ്പോൾ 2 എണ്ണത്തിന് കൺവേർജ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് നമ്പേഴ്സിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം sin nk and sin mk does not converge to same limit. അപ്പോൾ 2 സബ്സീക്വൻസുകൾ രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റ് ആയിട്ടുള്ളത് കിട്ടി. therefore നമുക്ക് ഡൈവേർജൻസ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? sin n is divergent.
ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറയാം സൈൻ എൻ എങ്ങനെയാണ് നമുക്ക് ഡൈവേർജൻ്റ് ആണെന്നുള്ളത് പറയണേ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് sin 1 sin 2 sin 3 എന്ന് പറഞ്ഞിട്ടുള്ള ആ സീക്വൻസിൻ്റെ 2 സബ് സീക്വൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 ഇൻ്റർവെൽസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. IK എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെൽ π/6 + 2π × k-1, 5π/6 + 2π × k-1, where k varies from 1 to 3 etc. ഓക്കെ, ആ ഓരോ ഇൻ്റർവെല്ലിലെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ അത് കാരണം ഓരോ ഇൻ്റർവെല്ല് നമ്മളെടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും എന്തായാലും അറ്റ്ലീസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് എങ്കിലും നമുക്ക് ആ ഒരു ഇൻ്റർവെല്ലിനകത്ത് കാണാം. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് നാച്ചുറൽ നമ്പറിനെ നമ്മൾ n1 കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്, സെക്കൻഡ് ഇൻ്റർവെല്ലിനെ n2 കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലെയും ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പറിനെ നമ്മൾ ജനറലായിട്ട് nk കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ വാല്യൂ കൺസിഡർ ചെയ്യുക, സൈൻ nk. അത് എന്തായാലും ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. അപ്പോൾ സൈൻ nk എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സബ് സീക്വൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് വരുന്നത് ഇൻ്റർവെൽസ് കൺസിഡർ ചെയ്യുകയാണ്. 7π/6 + 2π × k-1, 11π/6 + 2π × k-1. ഓരോ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് നോക്കി അത് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഓരോ ഇൻ്റർവെല്ലിനകത്ത് ഉണ്ടാവും. അതിന് ഫസ്റ്റത്തെ നാച്ചുറൽ നമ്പറിനെ നമ്മൾ m1 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, അടുത്തതിലെ ഇൻ്റർവെല്ലിനെ m2 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ നമുക്ക് ഓരോ നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ വാല്യൂസ് നോക്കുന്നു. ആ സൈൻ വാല്യൂസ് ഒക്കെ -1/2-നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ -1/2-നേക്കാട്ടും ചെറുതായിട്ടുള്ള ഒരു സബ് സീക്വൻസും ഗ്രേറ്റർ ദാൻ 1/2 ആയിട്ടുള്ള ഒരു സബ് സീക്വൻസ് നമുക്ക് കൺസിഡർ ചെയ്തു. ഈ 2 സബ് സീക്വൻസുകളുടെയും ലിമിറ്റ് സെയിം അല്ല. അതുകൊണ്ട് ഡൈവേർജൻസ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, സൈൻ n എന്ന് പറയുന്നത് ഡൈവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.